നമസ്കാരം, ചാക്കോമാഷാണ്. ഒത്തിരിയേറെ തരത്തിലുള്ള കൺഫ്യൂഷനിലാണ് നമ്മൾ. ഒരു സൈഡിലെ ദിലീപ് അനുകൂലികളെല്ലാം ചേർന്ന് അതിജീവനെ അപമാനിക്കുന്നു, അതല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ തന്നെ ലഘൂകരിച്ച് കാണുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ വാക്ശരണികൾ ഇനി ഇരയാക്കപ്പെടുന്ന ആളുകളെ പോലെ അപമാനിക്കുന്ന രീതിയിൽ, നമ്മുടെയൊക്കെ ചോര തിളപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് അഖിൽമാരെ പോലുള്ള ആളുകൾ പടച്ചുവിടുന്നത്. ഇനി വേറൊരു സൈഡിലെ റിപ്പോർട്ടർ ചാനലിനെ പോലെയുള്ള ചാനലുകൾ, മാധ്യമങ്ങൾ എന്താ ചെയ്തത്? ഏത് വിധേനയും ഇത് ചെയ്തത് ദിലീപാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ. ഇവിടെ സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ആ കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു നേർക്കാഴ്ച, ഒരു സത്യത്തിന് നേരെയുള്ള നേർക്കാഴ്ച നമുക്ക് ലഭിക്കുന്നത് കോടതി വിധിയെ അടിസ്ഥാനമാക്കി മാത്രമാണ്. ഇവിടെ കീഴ്ക്കോടതി ദിലീപിനെ കുറ്റക്കാരനല്ലാതായി കണ്ടുവെങ്കിൽ അതിനുള്ള കാരണങ്ങൾ വളരെ വ്യക്തമായിട്ട് 1, 2, 3, 4 അക്കമിട്ട് നിരത്തി പറയുന്നുണ്ട്. ഈ പറയുന്ന വാദങ്ങളെയെല്ലാം മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കും എന്നിരിക്കെ എങ്ങനെയാണ് ഈ കോടതി വിധിയെ തന്നെ നിരാകരിച്ചുകൊണ്ട്, ജഡ്ജിനെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ മാധ്യമ പടയ്ക്ക്, ഒരു കൂട്ടം ജനങ്ങൾക്ക് മുന്നോട്ട് വരുവാനായിട്ട് സാധിക്കുക? ഇവിടെ നമ്മുടെ ജനാധിപത്യ ബോധം, ഒരു രാഷ്ട്രം നിലനിൽക്കുന്നതിന്റെ മെയിൻ തൂണുകളിൽ ഒന്ന് എന്ന് പറയുന്നത് കോടതിയാണ്. ഈ കോടതി ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനത്തിന് വശമതമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അന്വേഷണ വിധേയമാകും. സത്യം പുറത്തു വരും എന്നുള്ള സത്യം ഇരിക്കെ നമ്മൾ വെറുതെ കിടന്ന് കോടതിയെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ആ കേസ് കെട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ, ആ 1800 താഴെയുള്ള പേജുകൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോടതി എന്തുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടതെന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ ദിലീപ് കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, തെളിവുകളില്ല, വ്യക്തമായ തെളിവുകളില്ല. അതിന്റെ പേരിൽ വെറുതെ വിട്ടു. അപ്പോൾ ഒരു തെളിവുകളില്ലേ? അങ്ങനെയല്ല. ഒരാളെ കുറ്റക്കാരനായി കാണണമെങ്കിൽ, എന്റെ പ്രിയ പ്രേക്ഷകർ മാത്രം കേൾക്കണം, സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമുള്ള പ്രേക്ഷകർ കേൾക്കണം. അതായത് ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയണമെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. കാരണം ഇവിടെ കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്നത് ഒരിക്കലും ദിലീപല്ല. അപ്പോൾ കുറ്റകൃത്യം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ള കുറ്റമാണ് ദിലീപില് ചേർക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എനിക്കും നിങ്ങളുടെ മുന്നിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതില് ദിലീപ് ചെയ്തോ ഇല്ലയോ എന്നുള്ള വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും? ഇത് വിശ്വസിക്കും നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം ഞാനോ നിങ്ങളോ ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ ഇല്ല. ഞാനോ നിങ്ങളെ അങ്ങനെ ഇല്ലാത്തപ്പോൾ മറ്റുള്ളവർ പടച്ചുവിടുന്ന കഥകളുടെയും സംശയങ്ങളുടെയും പുറത്ത് ഒരാളെ ക്രൂശിക്കുക സാധ്യമല്ല. ഇവിടെ ദിലീപ് അത്ര നല്ലവനായ വ്യക്തിയൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തിൽ തന്നെ എത്രയോ പേരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ നേരിടുന്നത്. ഇത് പഴയ കാലത്ത് തിക്കുറിശിക്കെതിരെ, അടൂർ ഭാസിക്കെതിരെ, അതല്ലെങ്കിൽ ഈ കാലത്ത് സിദ്ദിഖിനെതിരെ, മുകേഷിനെതിരെ, ഗണേഷ് കുമാറിനെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും അന്വേഷണം നടത്തുകയും അതിന്റെ റിസൾട്ട് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ എന്താണ് ദിലീപ് മാത്രം ശിക്ഷിക്കപ്പെടണമെന്ന് ഇത്രയേറെ നിർബന്ധമുള്ളത്? അത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ശിക്ഷിക്കപ്പെടണം. ഇവിടെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ പോലീസിനെ എണ്ണി പറയാൻ, നിങ്ങൾ ഇന്ന കാര്യം പറഞ്ഞിട്ട അതിന്റെ കൊടുക്കുന്ന തെളിവ് ബാലിശമായ തെളിവുകളാണ്. ആ തെളിവുകളെ ഈ തെളിവുകളുമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുന്നിൽ ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവര് പറയുന്ന കാരണങ്ങൾ തന്നെ ആദ്യം കോടതി നിരാകരിച്ച അതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് കോടതി വിധിയുടെ കൂടെ നിൽക്കാനല്ലേ സാധിക്കുകയുള്ളൂ. ഈ കോടതി വിധിനെ സപ്പോർട്ട് ചെയ്യാനല്ലേ സാധിക്കുകയുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മള് വെറുതെ നമുക്കറിയാത്ത ഒരു കാര്യത്തിന് നമുക്ക് പക്ഷം ചേരുവാൻ സാധിക്കുകയില്ല, ഒരു കാരണവശാലും സാധിക്കുകയില്ല. എന്നെ പോലെയുള്ള ഒരു സത്യമന്വേഷിക്ക് ഒരിക്കലും ഒരു പക്ഷം ചേർന്ന് സംസാരിക്കുവാൻ സാധിക്കില്ല. ചില ആൾക്കാര് ദിലീപ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിതനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ദിലീപാണ് കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ
സത്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ മനുഷ്യനെന്ന നിലയിൽ, ഒരു പൗരനെന്ന നിലയിൽ, ഒരു കേരളീയൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. കോടതി വിധിയാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ള സത്യം. ഇനി പുതിയ സത്യങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ, അത് അന്വേഷണ വിധേയമായിട്ട് കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സത്യത്തിന് കൂടെ നമുക്ക് നിൽക്കണം. ഇപ്പോൾ കോടതി വിധി അംഗീകരിക്കുക എന്നുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ മാപ്രകൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാത്തത്? ഒരു പക്ഷേ എന്താണ് സത്യം, ഒരു പക്ഷമെങ്കിലും ചേരാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുവാനായിട്ട് ഇവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരു സൈഡ് പോകുമ്പോൾ ഈ ദിലീപിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്നുള്ള വാശിയിൽ ഒരു സൈഡ് നിൽക്കുന്നു. അപ്പോൾ അവിടെ ഈ ന്യായ അന്യായങ്ങളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുമ്പോൾ ഇനി അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ വിശാലമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ കോടതി വിധിയെ അംഗീകരിക്കുക, അതിനുശേഷം മേൽക്കോടതികളില് ആക്ഷേപമുള്ളവർ, സ്റ്റേറ്റിന് ആക്ഷേപമുണ്ടോ, ഈ സ്റ്റേറ്റ് തന്നെയാണല്ലോ ഇതൊക്കെ അന്വേഷിച്ചത്, സ്റ്റേറ്റിന്റെ പോലീസുകാർ തന്നെയാണല്ലോ ഇത്തരമുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റിന്റെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല? കോടതിയിലുള്ള ഒരു മെമ്മറി കാർഡ് പോലും കൃത്യമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിനെക്കുറിച്ച് വലിയൊരു അന്വേഷണം നടത്തുവാനായിട്ട് സാധിച്ചില്ല. ആ അന്വേഷണത്തിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. ഇതൊക്കെ ലോകത്തെങ്ങാനും കേൾക്കുന്ന സംഗതികളാണോ? ഇത് ദിലീപ് തന്നെയാണ് ഇത് ടാമ്പർ ചെയ്യുന്നത് എന്നാണ് ഉറപ്പ്. ഇന്നലെ വന്ന മാർട്ടിന്റെ വെളിപ്പെടുത്തലാണോ ശരിയെങ്കിലോ? ഇപ്പൊ പൾസർ സുനി ഒരു വെളിപ്പെടുത്തൽ നടത്തി. പൾസർ സുനി പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ മാർട്ടിനും പറയുന്നത് നമുക്ക് വിശ്വസിക്കാമല്ലോ. പൾസർ സുനി പറയുന്നു ഇത് ദിലീപ് പറഞ്ഞിട്ടാണ്, മാർട്ടിൻ പറയുന്നു ഇത് ലാല് പറഞ്ഞിട്ടാണ്, ഇത് ഗൂഢാലോചനയാണ്. അപ്പൊ ഗൂഢാലോചന ഉണ്ടെന്നാണ് എല്ലാവരും പറയണത്. പക്ഷെ ഗൂഢാലോചന തെളിയിക്കണം. അല്ലാതെ ഒരാളെ തന്നെ ഇങ്ങനെ ക്രൂശിച്ച് ദിലീപിനെ തന്നെ ഇങ്ങനെ കല്ലെറിഞ്ഞ് അത് നമുക്ക് സത്യം പുറത്തേക്ക് വരാത്തിടത്തോളം കാലം സംശയത്തിന്റെ നിഴലില് ദിലീപ് മാത്രമല്ല ഉള്ളത്. ആരോപണങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ പേരുണ്ട്. പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇന്നലെ മാർട്ടിൻ പറയുന്നത് ലാലുണ്ട്, മകനുണ്ട്, ലാലിന്റെ മകനുണ്ട്. ലാലെന്ന് പറഞ്ഞാൽ മോഹൻലാൽ അല്ല കേട്ടോ, മറ്റേ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലുണ്ടായിരുന്ന ലാല്. ആസിഫ് അലി ഉണ്ട്, അതുപോലെ തന്നെ മഞ്ജു വാര്യരുണ്ട്. ഇതൊക്കെ ആക്ഷേപങ്ങളാണ്. ആ ഒരു ഹണീബി കൂട്ടുകെട്ട്, അവിടെയാണ് ഇതിൻ്റെ അകത്ത് പ്ലാനിങ് നടന്നത്. ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ലാലിന്റെ ഡ്രൈവറാണ് കേട്ടോ. പൾസർ സുനി എന്ന് പറയുന്നവൻ ലാലിന്റെ വണ്ടി വർഷങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരുന്ന മകനെ പോലെ ആയിരുന്നു. ഈ പറഞ്ഞ ഹണീബിയുടെ സീറ്റിലൊക്കെ അവൻ ഉണ്ടായിരുന്നു. അപ്പോ ഈ പൾസർ സുനിനെ അങ്ങനെ കണ്ണുടച്ച് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ മാർട്ടിൻ എന്ന് പറയുന്നവനും ലാലിന്റെ ഡ്രൈവർ ആയിരുന്നു. ലാലിന് ഒത്തിരി തരത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്നാണ് മാർട്ടിൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ലാല ഇത് ചിത്രത്തിലേ ഇല്ല? പോലീസ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും തയ്യാറായില്ല. ഇതിന് മെയിൻ ഒരാളല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ പോലീസിനോട് ചോദിക്കണം. ഇതിൻ്റെ അകത്ത് എന്താണ് സത്യം നടന്നതെന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. അല്ലാതെ ചുമ്മാ ഒരാളെ കയറി കല്ലെറിയാനായിട്ട് എന്നെപ്പോലെ ഒരാൾക്ക് സാധിക്കില്ല. ഞാൻ ദിലീപ് എന്ന് പോലും വിളിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇതിനെ കാരണം ഗോപാലകൃഷ്ണൻ തന്നെയാണ് എനിക്ക് വിളിക്കാൻ ഇഷ്ടം. പക്ഷെ ഇതിൻ്റെ ഒരു ന്യായാന്യായങ്ങളെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ, ഇച്ചിരി ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല, അതൊക്കെ ചുമ്മാ വികാരങ്ങൾ പുറത്ത് പറയുന്നത്. ഇവിടെ രണ്ട് വ്യക്തികളാണ്. ഈ രണ്ട് വ്യക്തികളുടെ ഒരു ആക്ഷേപം വരുമ്പോൾ അവിടെ ന്യായം എന്താണ്? അവിടെ തെളിവ് എന്താണ്? അവിടെ സംഭവിച്ചത് എന്താണ്? അതിന് എന്തെങ്കിലും തരത്തിലുള്ള വേറൊരു കഥയുണ്ടോ? അതുണ്ടെങ്കിൽ നമ്മൾ ദിലീപിനോട് ചെയ്യുന്നത് വലിയ ഒരു ഇതല്ലേ. അവനെ അമ്പലത്തിൽ നിന്ന് ഇറക്കി വിട്ടു, അവൻ്റെ സിനിമകൾ വണ്ടിയിൽ പോലും കാണിക്കുന്നില്ല. അതിന് വലിയ ഭയങ്കര പ്രചാരം കൊടുക്കുന്നു. മാധ്യമങ്ങളൊക്കെ എന്താ കിടന്ന് കളിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ പിടിപ്പും തമ്മിലുള്ള പെണ്ണുകേസുകളൊക്കെ വേണം. അത് ആണ് അവരെ പിടിച്ചു നിർത്തുന്നത്. കാരണം സീരിയലുകളും സിനിമകളും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഈ ന്യൂസ് ചാനലിൽ വെപ്പിക്കണം, ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. പക്ഷെ ആളുകൾ അത് കേട്ടോ, ആസ്വദിച്ചോ, പക്ഷെ അതിന് വശംവദരായി പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് സത്യം അകലെയായിപ്പോകും.
അപ്പോൾ സത്യം എന്താണെന്ന് ഇപ്പൊ കോടതി പറഞ്ഞത് തന്നെയാണ് സത്യം. ഇനി കോടതി മാറ്റി പറയുകയാണെങ്കിൽ പുതിയ തെളിവുകളൊക്കെ വെച്ച് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് എല്ലാ ലൂപ്പ് ഹോളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രോസിക്യൂഷൻ ദീസ് ആർ ദ ലൂപ്പ് ഹോൾസ് ദാറ്റ് വി ഫൗണ്ട്. നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. നിന്റെ ടേൺ ആണ്. ഇനി നിങ്ങൾ പറയൂ എന്താണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ പ്രോസിക്യൂഷനിൽ പോകുമ്പോൾ ഈ തെളിവുകളെ എല്ലാം അടച്ചുകൊണ്ട് വേണം ഹൈക്കോടതിയിൽ പോകുവാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള തെളിവുകളാണെങ്കിൽ. പക്ഷെ കെട്ടിച്ചമച്ച തെളിവുകളാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇതിൻ്റെ ദിലീപിനെതിരെ വരുന്ന ഒന്നാമത്തെ ആരോപണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീശ വിരിച്ചു. അയാളുടെ മാസ് പരിപാടികളാണ്. ഒരു സാധാരണക്കാരനായൊരു മനുഷ്യൻ പെട്ടെന്ന് ഫെയിമായി പണമായി അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അയാൾക്കുണ്ട്. തിലകം മറന്നതൊന്നും നമ്മൾ മറക്കുന്നില്ല. അല്ലാണ്ട് ഈ ദിലീപ് വലിയ പുണ്യവാനൊന്നും അല്ല. അപ്പം അവനിറങ്ങി വന്നപ്പം പറഞ്ഞു മഞ്ജുവിൻ്റെ ഇതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. അങ്ങനെയൊക്കെ സാധാരണക്കാരൊരുത്തൻ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ എണ്ണി പറയുന്നത് പോലെ അയാൾ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതൊക്കെ അടുത്ത കൊട്ടേഷനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഭാഗ്യലക്ഷ്മിയുടെ ഇത് കാണുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു കേട്ടോ. എനിക്ക് പുച്ഛം തോന്നുന്നു. ഇതിൻ്റെ അകത്ത് അതിജീവിതരൊപ്പം മാത്രമാണ്, അവനൊപ്പമല്ല, അവൾക്കൊപ്പം മാത്രമാണ്, ദിലീപിനൊപ്പമല്ല. പക്ഷേ രണ്ട് വ്യക്തികളായിട്ട് ഇവരെ പരിഗണിച്ച് കോടതിന് മുന്നിൽ വരുമ്പോൾ അവരെ വ്യക്തികളായിട്ട് മാത്രമേ കാണാൻ പറ്റില്ല. കാരണം കോടതി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ, അവരുടെ വ്യവഹാരങ്ങളെ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് കോടതി നടത്തുന്നത്. അതുകൊണ്ട് കോടതിക്കൊപ്പം സത്യത്തിനൊപ്പം ഇനി പുതിയ സത്യങ്ങൾ വരുമെങ്കിൽ ആ സത്യത്തിനൊപ്പം. അത് തന്നെയാണ് എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്. മാധ്യമങ്ങളുടെ ഈ പറയുന്ന മറിമായത്തിൽ നമ്മൾ ഒരിക്കലും വീഴരുത്. മാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.